ഹായ് എല്ലാവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് മെറ്റീരിയൽസ് കൊടുത്ത് ലെവലാക്കിയില്ലേ. നമുക്കതിൽ ബാലൻസ് ലൈനിലെ മെറ്റീരിയൽസ് കൊടുക്കല് ഒരു വാളിനും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഗ്രാസും കൊടുക്കണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ ഔട്ടർ വാളിന് നമ്മൾ കൊടുത്തു, കോമ്പൗണ്ട് വാളിൻ്റെതിന് ജസ്റ്റ് വൈറ്റ് കളറിനെ ആക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്തു, ഔട്ട്ഡോറിലോ ഇൻഡോറിലോ മെറ്റിൽ ഏതെങ്കിലും ഇട്ട് കൊടുക്കുക. ഓക്കെ, മെറ്റിലിട്ട് കൊടുക്കും, ടിക്ക് ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് മെറ്റിലിട്ട് കൊടുക്കണം, ഇത് മെറ്റിലെടുക്കുക. സെയിം തന്നെ, ഒന്നുമില്ല, കോപ്പി എടുക്കുക, നേരെ കൊണ്ടുവരിക, കളറിലിടുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ടിക്ക് ഇട്ട് കൊടുത്തു ആവശ്യമില്ല. അപ്പം എന്തായി, അത്രയും പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിതിൽ വെക്കാൻ ഉണ്ടായിരുന്നില്ലേ എന്തൊക്കെ മരങ്ങളും കാര്യങ്ങളൊക്കെ. സോറി, ഇവിടെ കൊടുത്തിട്ടില്ല, ഇവിടെയും ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗ്രാസ് സെലക്ട് ചെയ്തു, വേരിയസിൽ വന്നു, 3D ഗ്രാസിൽ ക്ലിക്ക് ചെയ്തു, ഗ്രാസ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ ഗ്രാസ് കുറച്ച് ഓവറാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാസിൻ്റെ സൈസൊക്കെ ഒന്ന് കമ്മിയാക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ ടിക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിവിടെയൊക്കെ എന്ത് ചെയ്യാം, ഫ്ലവറും കാര്യങ്ങളൊക്കെ വെക്കാം. ഒന്നുമില്ല, കണ്ടന്റ് ലേറി നാച്ചുറൽ വന്നു, പ്ലേസിൽ വന്നു, ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലവേഴ്സ് ഇവിടെ വെച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്യുക. നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു മരങ്ങളൊക്കെ കൊടുത്ത് പ്ലേസ് ചെയ്യൽ. സെയിം മെത്തേഡ് തന്നെയാണ്. വെറുതെ റഫായിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. ഓക്കെ, എന്തായി, അവിടെ അത്രയും ഫ്ലവേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് എന്താ ആവശ്യം, മരങ്ങളാണ് ആവശ്യം. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെറ്റ് ചെയ്യാം. അതാ മുള കാര്യങ്ങൾ, അത് വേണമെങ്കിൽ അതല്ല മരമായിട്ട് മരം വേണമെന്നുണ്ടെങ്കിൽ മരം സെറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഒരു മരം തപ്പിയെടുക്കട്ടെ. അപ്പോൾ ഈ ഒരു ടൈപ്പ് എന്ത് ചെയ്ത് കൊടുന്ന് വെച്ചെടുത്തു, അവിടെ ഒന്നെടുത്തു, ഇവിടെ ഒന്നെടുത്തു, ഈ ഒരു പോർഷനിൽ ഒന്നെടുത്തു. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ഒരു ഏരിയ കൂടി ഇവിടെ ഒന്നെടുത്തു, ഇതിലൊന്നെടുത്തു. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കണ നല്ലൊരു ബുദ്ധിമുട്ടാണല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, മാസ് പ്ലേസ്മെൻറ്റ് യൂസ് ചെയ്യാം. എവിടെ മുതൽ എവിടം വരെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്, ഇതുവരെ കാണിച്ചു കൊടുത്തു. എത്ര എണ്ണം വേണമെന്നുണ്ട്, നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എത്ര മതിയെങ്കിൽ ഇത്ര ഇട്ട് കൊടുക്കാം. ദെൻ ടിക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ 2 എണ്ണം കയറി വന്നിട്ടുണ്ട്. ഒരു മരം എന്ത് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്നേ കളഞ്ഞു. അപ്പോൾ ആ ഭാഗത്ത് മരമായി. അതേമാതിരി ഈ ഒരു ഭാഗത്തും വേണം, മാസ് പ്ലേസ്മെൻറ്റിലിട്ടു. ഇവിടെ മുതൽ ഇവിടം വരെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, എത്ര മരം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് 5ഓ 6ഓ എത്ര മരമാണ് നമ്മൾ ആവശ്യമിച്ചത്. ഇതിൽ ഈ കൊടുക്കുന്നതിലൊരു ഉപകാരമുണ്ട്. എന്താ വെച്ചാൽ ഒരു മരം ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു മരം ഹൈറ്റ് ഇല്ലാതെ അങ്ങനെ ആയിട്ടോ വരിക, മിക്സഡ് ആയിട്ടോ വരിക, ആവശ്യമില്ലാത്ത കളറ്. അപ്പം എന്തായി, ആ ഒരു ഏരിയ കൂടി മരങ്ങൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് മരം സെറ്റ് ചെയ്യാനുള്ള ബാക്ക് കൂടിയാണ് അല്ലേ, ഒരു ഏരിയ കൂടിയാണ് നമുക്ക് മരം സെറ്റ് ചെയ്യണത്. സെയിം തന്നെ, ഇവിടെ ഒന്നു നമുക്ക് വേണ്ട മരം, ഈ ഒരു മരമാണെങ്കിൽ ഈ ഒരു മരം സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ L അടിച്ചു, എന്ത് ചെയ്തു, സ്കെയിൽ ചെയ്തു. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ R അടിച്ചു, റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, പ്ലേസ് ചെയ്യുക. ഇവിടുത്തെ റഫായിട്ട് എന്ത് ചെയ്തു, ഞാൻ പ്ലേസ് ചെയ്തു. ഓക്കെ, എവിടേക്ക് ആവശ്യമില്ല ആയിക്കൂടെ എന്ത് ചെയ്തു, വെറുതെ പ്ലേസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തെങ്ങ് വേണമെന്നുണ്ട്. തെങ്ങ് എവിടെ ഉള്ളത്, ഇതിലാണുള്ളത് കേട്ടോ. ഫൈൻ ഡീറ്റെയിൽസിൻ്റെ ഉള്ളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തപ്പിക്കനെ കാണാം. അപ്പോൾ അവിടെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കയറുക. സോറി, ഇതിലല്ല, ഇതിലാണ് വരുന്നത്. ഇതിൽ വന്നിട്ട് ഇത് അടക്കണം, പ്ലം ട്രീസിൻ്റെ ഉള്ളിൽ ഇതേ അടക്കണം തെങ്ങ്. ഓക്കെ, ഇത് അടക്കണം കേട്ടോ തെങ്ങ്. ഈ തെങ്ങ് വലിയ ഹൈറ്റാണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റ് എം ആക്കാം. ഓക്കെ, ഹൈറ്റ് എം ആക്കി ഇങ്ങോട്ട് വെച്ചെടുക്കും. ഇതിലുള്ളത് വളഞ്ഞ ടൈപ്പ് തെങ്ങുകളാണ് കേട്ടോ. ഈ പുറത്തുനിന്ന് നമുക്ക് 3D മോഡൽസ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുത്ത് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാം. ഇതാ, അപ്പോൾ റഫായിട്ട് എന്ത് ചെയ്തു, തെങ്ങൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ. ഇതാ, നമുക്ക് ഈ ഏരിയയിലും ജസ്റ്റ് ഒന്ന് വെറുതെ 2 തെങ്ങും പാടെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീട് കാണാം. ഓ അമർത്തിയിട്ട് എന്ത് ചെയ്തു, ഞാനൊന്ന് ഫുള്ളായിട്ട് ഓർബിറ്റ് ചെയ്ത് നോക്കി. ഓക്കെ, കുഴപ്പമില്ല അല്ലേ. അതോക്കെ, 10 ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തു, തെങ്ങും കാര്യങ്ങളൊക്കെ വെച്ചു. ഈ ഒരു ഏരിയ കൂടി കുറച്ചുകൂടി മരങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയ കൂടി ഒന്നുമില്ല, നമ്മൾ ഇവിടെ വന്നു, നമുക്ക് വേണ്ട മരങ്ങൾ. ഇനിയിപ്പോൾ അതല്ല, ഇതിൽ നോക്കണമെങ്കിൽ ഇത് നോക്കാം. ഇത് റഫായിട്ടുള്ള മരങ്ങളാണ് കേട്ടോ. അതായത് ഒറ്റയടിക്ക് നമുക്കൊരു കൂട്ടമായിട്ട്, ഇപ്പോൾ ഒരു കാടൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂട്ടമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അല്ലാത്തതാണ് ഇതിൽ കിടക്കുന്നത്.
അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പെയിൻറ്റ് എടുത്തിട്ട് ഡെൻസിറ്റി ഒക്കെ ഒന്ന് കുറച്ചിട്ട് എന്ത് ചെയ്യുക, പെയിൻറ്റ് ചെയ്ത് വിടാം. കണ്ടോ? അപ്പോൾ ഒറ്റയടിക്ക് എല്ലായിടത്തും എന്തായി, മരം കയറുക. പക്ഷെ ഒറ്റൊരു മരമായിരിക്കും എന്നുള്ളൂ കേട്ടോ, സെയിം മരമായിരിക്കും എല്ലായിടത്തും ഉണ്ടാവുക. ഇനി ഡെൻസിറ്റി കൂട്ടിയിട്ട് ചെയ്യണമെങ്കിൽ പിന്നെ അടുത്ത മരം എടുത്തിട്ട് അതും അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ഏരിയ കൂടെ എന്തായി, മരം സെറ്റ് ചെയ്തു. അത് നമ്മൾ ആ സ്ക്രീനിൽ കാണണം. അപ്പോൾ ഇവിടെ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്താ സംഭവിച്ചേ, വീടിൻ്റെ മേലേക്ക് മരം വന്നു. ഒന്നുമില്ല, ഡിലീറ്റിൻ്റെ ഇറേസ് സെലക്ഷനിൽ ഇട്ടിട്ട് എന്ത് ചെയ്തു, ഇറേസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, പ്ലേസിൽ വരിക, നമ്മൾ സർക്കിൾ കൊണ്ട് ഇവിടെ മാത്രം എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാം. ഇനി ഡെൻസിറ്റി കൂടിപ്പോയി ഡെൻസിറ്റി കുറച്ചിട്ട് അതിൻ്റെ സെയിം വന്നിടത്തോടെ തന്നെ എന്ത് ചെയ്താൽ മതി, ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ, ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഡെൻസിറ്റി കുറച്ചിട്ട്. അപ്പോൾ ഓക്കെ, ആ ഒരു പോർഷനൊക്കെ എന്ത് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഓ പ്രസ് ചെയ്ത് പിടിച്ചാൽ നോക്കുക, ടിക്കറ്റ് കൊടുത്തു, ഓ പ്രസ് ചെയ്ത് പിടിച്ചാൽ നോക്കി. ഓക്കെ, അപ്പോൾ എന്തായി, നമ്മൾ ഏകദേശം കാര്യങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ നമുക്കിവിടെ കുറച്ച് മരത്തിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലീഫ് ഉണ്ട്, ലീഫിൻ്റെ ഉള്ളിൽ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടുക്കുവാണെങ്കിൽ ഇവിടുക്ക് ഇട്ട് കൊടുക്കാം, ഇവിടുക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, ഈ കമ്പിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കാം, ഒന്ന് കാണുന്ന ലെവലിലേക്ക് സ്കെയിൽ ചെയ്ത് കൊടുത്തു. ഓക്കെ, അതുപോലെ ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ തെറ്റുകയാണെങ്കിൽ സെറ്റ് ചെയ്യാം. സ്കെയിൽ നേരത്തെ മാറ്റിയിട്ട് കൂട്ടിയ എന്നുള്ളത് കൂടി വന്നിക്കണേ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൊടുത്തു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഡെൻസിറ്റി ഒന്ന് കുറച്ചിട്ട്, പക്ഷെ അത് പെയിൻറ്റ് അടിച്ചുമ്പോൾ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കാണ് കയറി വരുന്നത്. അപ്പോൾ ഇതെടുത്തു, ക്ലോസ്റ്റർ എടുത്തു, സ്കെയിൽ നല്ലോണം ചെയ്തു, അല്ലെങ്കിൽ മാസ് പ്ലേസ്മെൻറ്റ് ഉണ്ടല്ലേ, മാസ് പ്ലേസ്മെൻറ്റ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ കൊടുത്ത മരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഫ്ലവർ മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടുന്ന് ഇതുവരെ നമ്പർ ഓഫ് ഐറ്റംസ് എന്ത് ചെയ്തു, കൂട്ടി, സ്പേസിങ്ങും കൂട്ടി, റാൻഡം സ്പേസിങ്ങും കൂട്ടി. ഓക്കെ, നമ്പർ ഓഫ് ഐറ്റംസ് അങ്ങനെ കൂട്ടാൻ കുറക്കാം. ബോറാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, അങ്ങനെ കൊടുക്കില്ല, അത് ഒഴിവാക്കി, എനിക്ക് ബോറായിട്ട് തോന്നി, അപ്പോൾ അത് ഒഴിവാക്കി. പിന്നെന്താ ഇവിടെ അല്ലേ, ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റിനുള്ളിൽ നമുക്ക് ഇരിക്കേണ്ട സെറ്റപ്പ് ഉണ്ട്, സോഫ, ചെയർ, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിലേക്ക് ഏത് ടൈപ്പാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു ടൈപ്പ് എന്ത് ചെയ്യുക, കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്കെച്ചപ്പിലാണോ 3ds മാക്സിലാണോ എവിടെയാണ് ഡ്രോയിങ് ചെയ്യണേ എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇതിൽ സിറ്റ് ഔട്ടിലൊരു സോഫയോ കാര്യങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഓക്കെ, സിംഗിള് അവിടെ ഏതെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. ഞാൻ ചെയർ ഇട്ട് കൊടുത്തു. ഓക്കെ, ഈ 2 ചെയർ ഇട്ട് കൊടുത്തു. ഓക്കെ, ശേഷം ഇനി നമുക്ക് അടുത്ത് എന്തല്ലേ, ബാക്കിയെല്ലാം കഴിഞ്ഞില്ലേ, നമുക്ക് ഇതിൻ്റെ റണ്ടർ എടുക്കണം അല്ലേ, ഔട്ട് എടുക്കണം, ഫൈനൽ ഔട്ട് എടുക്കണം. എങ്ങനെയാണ് ഔട്ട് എടുക്കാം, അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്യാമറ ആഡ് ചെയ്യണം. നമ്മൾ സാധാരണ 3ds മാക്സിലും സ്കെച്ചപ്പിലൊക്കെ ക്യാമറ ആഡ് ചെയ്യാറുണ്ടല്ലേ, അതുപോലെ ഇതിലൊരു ക്യാമറ ആഡ് ചെയ്യണം. അപ്പോൾ ക്യാമറ ആഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്യാമറ സെക്ഷൻ. ഓക്കെ, ഓ പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഒന്ന് ശരിയാക്കി. ഇത് നമ്മൾ ഫോക്കൽ ലെങ്താണ്, എത്ര സൂം ചെയ്ത് പോകണം എന്നുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഫ്രെയിം പറഞ്ഞാൽ 35 വരെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ ഫ്രണ്ടിൽ മരങ്ങളൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, മരങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രെയിമാണെന്നില്ല ലെവലിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇവിടെ സ്റ്റോർ ക്യാമറ അടിച്ചു. എന്തായി, അവിടെ ഒരു ക്യാമറ ആഡായി. പിന്നെ നേരെ ഇങ്ങോട്ട് നീക്കി, ഇവിടെ കണ്ടോ നമ്പർ 2, ഈ 2ൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, എല്ലാ ഏരിയയും കാണാൻ മതി ഈ 2 ലിറ്റർ ഒരു ക്യാമറ ആഡ് ചെയ്തു. നേരെ അപ്പുറത്തേക്ക് വന്നു, ഓ പിടിച്ചിട്ടാട്ടോ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓയും റൈറ്റ് ബട്ടനുമാണ്, ഓയും റൈറ്റ് ബട്ടനും കേട്ടോ. സ്ക്രോള് സൂം ഔട്ട് വെച്ചു, മൂന്നാമത്തേന് അടുത്ത ക്ലിക്ക് അടിച്ചു. ഓക്കെ, ഇപ്പം എന്താ, ഈ 3 ഏരിയ നമ്മൾ ആഡ് ചെയ്തു. പക്ഷേ ഈ ഒന്നാമത്തേനും രണ്ടാമത്തേനും നമുക്ക് എന്താണ്, വീട് നേരം പോലെ കാണില്ല അല്ലേ, മരങ്ങളൊക്കെ ഉണ്ടാവുന്നത് നേരം പോലെ കാണില്ല. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ മൂന്നാമത്തേൽ വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ബാക്കി 1, 2 മരങ്ങൾ ഒഴിവാക്കിയിട്ട് എങ്ങനെ ചെയ്യാമെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇവിടെ
കസ്റ്റം സ്റ്റൈൽ ഉണ്ട്. ഈ കസ്റ്റം സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ഉണ്ട്, ഇന്റീരിയർ, ധവാൻ, അങ്ങനെയൊക്കെ ഒരുപാട് ഡേ ടൈം, നൈറ്റ്, ഓവർകാസ്റ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. കസ്റ്റം ഉണ്ട് കേട്ടോ, അതൊക്കെ നോക്കാം. റിയലിസ്റ്റിക് കിട്ടും. ഇപ്പോൾ റിയലിസ്റ്റിക് കിട്ടേണ്ടത് സംഭവിച്ചേ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് അവർ എന്ത് ചെയ്തു, ഒരുപാട് എഫക്റ്റുകളൊക്കെ ഇതിനുള്ളിൽ കയറ്റി തന്നു. റിയൽ സ്കൈ ഉണ്ട് ഫസ്റ്റ്, അത് നോക്കാം. റിയൽ സ്കൈ എന്താണ്? റിയൽ സ്കൈ എന്ന് പറഞ്ഞാൽ സ്കൈ മാറ്റി കൊടുക്കുക. നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ റിയൽ സ്കൈ ഫസ്റ്റ്, അതായത് ഓവറോൾ നോക്കിയപ്പോൾ നൈറ്റ് മോഡൊക്കെ ആക്കി നോക്കിയപ്പോൾ ഓഷ്യനൊക്കെ ഓൺ ആക്കിയില്ലേ, അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായില്ലേ റിയൽ സ്കൈ. ആ സെയിം റിയൽ സ്കൈനെ ഇവിടെയും വരുന്നത് കേട്ടോ. ഇതിവിടെ അതിൻ്റെ റൊട്ടേഷനാണ്, കണ്ടോ, ഇവിടെ റൊട്ടേഷനാണുള്ളത്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂ അപ്ഡേറ്റ് ആവും. എങ്ങനെയാണ് അത് റണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് വരിക എന്നുള്ളതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതാ കണ്ടോ, നമ്മളെ ഡിപ്പെൻഡിങ് സ്കൈ ആണ്. സ്കൈ മാറ്റുന്നതനുസരിച്ചിട്ട് അതിൻ്റെ തീം മൊത്തത്തിൽ മാറും. ഓക്കെ, നേരത്തെ ഡാർക്ക് ചെയ്യുന്നു, ഇപ്പോൾ മാറി. ഓവർകാസ്റ്റ് ഇതാണെങ്കിൽ ഇതാ മഴ ചെയ്യുന്ന ഒരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിട്ട് മാറി, കണ്ടോ. ഏതാണ് റിയലിസ്റ്റിക് അല്ല കേട്ടോ, ഇങ്ങനെ റിയലിസ്റ്റിക്കിനെ മാറ്റി. ഇനിയിപ്പോൾ അത് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോയിക്കോളും. ഓക്കെ, പിന്നെ അടുത്തതിൽ കയറി ഇന്റീരിയർ വേണമെങ്കിൽ ഇന്റീരിയർ ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്തു, അതിൽ കണ്ടോ മൊത്തത്തിൽ മാറി, കളർ ടൂണും കാര്യങ്ങളൊക്കെ എന്തായി മാറി. നമുക്ക് അതും ചെയ്യാം, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പം എന്തായി, സൺ നമ്മളെ വീട്ടിൽ കളിക്കുന്ന മാതിരിയായി അല്ലേ. നേരത്തെ സണ്ണിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ആംബിയൻസേ മാറി. നമ്മളത് ക്ലൗഡ് അതിട്ടെടുത്തു, കണ്ടോ, നമ്മളൊരു തീമേ ഫുള്ളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഓരോ എഫക്റ്റും ഓരോന്നായിട്ടോ അവർ ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്തെന്നാണ് ഈ എഫക്റ്റുകൾ. ഈ ഡേ ടൈം ഇടാം, ഡേ ടൈം ഇട്ടു. റിയൽ സ്കൈയിൽ കയറിയിട്ട് എന്ത് ചെയ്തു, ഒന്നും ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ഇനി അതൊക്കെ കളഞ്ഞു. ഇതൊക്കെ ജസ്റ്റ് അവർ തരുന്നതാണ്. ചിലത് നമുക്ക് പെട്ടെന്ന് സ്യൂട്ടാവും, ചിലത് നമ്മൾ ഇരുന്ന് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇവിടെ കസ്റ്റം ചെയ്യാം, എഫക്റ്റിനെ കസ്റ്റം ചെയ്യാം. അതിനായിട്ട് ഇവിടെ ആഡ് എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറി. ഇവിടെ കയറിയ ആഡ് എഫക്റ്റിൽ ഇതൊക്കെ ഇന്റീരിയറിൽ വരുന്നതാണ്, അല്ല സോറി ഇത് തന്നെ വരുന്നതാണ്. പറഞ്ഞു തരാം ഓരോന്നായിട്ടുള്ളത്. 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ഇതെന്താ നോക്കാം നമുക്ക് ആദ്യം. ഇപ്പോൾ 2 പോയിന്റ് പെർസ്പെക്റ്റീവിൽ ഇട്ടു, എനേബിൾ ചെയ്തു. ഡിസേബിൾ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്, ഡിസേബിൾ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്, വീടൊന്ന് ചെരിഞ്ഞ പോലെ നിന്നു. എനേബിൾ ചെയ്തപ്പോൾ എന്തായി, അത് സ്ട്രൈറ്റ് ആയിട്ട് നിന്നു. 2 പോയിന്റ് പെർസ്പെക്റ്റീവ്. ആഡ് എഫക്റ്റിൽ കയറി വീണ്ടും ഡെപ്ത് ഓഫ് ഫീൽഡ് അല്ലേ, അതെടുത്തു. ഡെപ്ത് ഓഫ് ഫീൽഡിൽ എന്ത് ചെയ്തു, എമൗണ്ടും കാലം കൂട്ടുമ്പോൾ എന്താണ്, ബ്ലറിങ് ആയി വരികയാണ്. ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഏത് ഏരിയയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബ്ലർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ എന്ത് ചെയ്തു, ആ മരങ്ങളൊക്കെ എന്തായാലും ബ്ലറായി വീട് കാണുന്നുണ്ട് അല്ലേ. ഫോക്കസിന്റെ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസ് വേണമെന്നാണ് ചോദിക്കുന്നത്. ഷാർപ്പ് ഏരിയ ഷാർപ്പ് ചെയ്യണോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓട്ടോ ഫോക്കസ് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ചെയ്തെടുക്കാൻ. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ചെയ്യാൻ അത് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. എഡിറ്റിൽ കയറി ഒരു പോയിന്റ് കാണുന്നുണ്ട് എൻ്റെ ഇതിൽ മൗസ് പോയിന്റിൽ, അതൊരു വേറൊരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടേക്ക് ആക്കി കൊടുത്തു. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു, അത് ഇങ്ങോട്ട് ചാടി വീടിനെ ഫോക്കസ് ചെയ്തു. അപ്പോൾ വീടാണ് എന്ത് ചെയ്തിരിക്കണേ, ഫോക്കസായി കിടക്കണത്. അപ്പോൾ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്താണെന്ന് മനസ്സിലായി കാണും. ഓക്കെ, ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യട്ടെ. എഫക്ട്സിൽ കയറി പിന്നെ ഫോട്ടോ മാച്ചിങ്ങിന് നമുക്ക് വേറൊരു ഫോട്ടോ കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ മാച്ചിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റിൽ കയറി എങ്ങനെയാണ് ഫോട്ടോ മാച്ചിങ് ഇട്ടു, എഡിറ്റിൽ കയറി ഒരു ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യുക, അതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഗ്രിഡ് വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം. ഈ പ്ലേസ് പോയിന്റ് നമുക്കൊരു പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഇട്ട് കൊടുക്കാം. അവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഒരു ഫോട്ടോ എടുക്കുക, റഫായിട്ടൊരു ഫോട്ടോ എടുക്കട്ടെ. ഈ ഒരു ഫോട്ടോ എടുത്ത് വെറുതെ എന്തായി, അതാണ് ഇപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ വരിക, കണ്ടോ. അതിന് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്കെയിൽ ചെയ്തിട്ടും നമ്മളെ സ്കെയിൽ ചെയ്യുന്ന നമ്മളെ 3D ഒബ്ജക്റ്റ് ആട്ടോ. ഒരു പെർട്ടിക്കുലർ ഒരു ലാൻഡ്സ്കേപ്പ് നമ്മളെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എങ്ങനെ പെർട്ടിക്കുലറായിട്ട് ലാൻഡ്സ്കേപ്പ് നമ്മളെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതിനുള്ളിൽ എന്ത് ചെയ്യുക, കൊടുന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ളിൽ സെറ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ ഫോട്ടോ മാച്ചിങ് യൂസ് ചെയ്യുന്നത്, കണ്ടോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ അതേപോലെ ആ ലാൻഡ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ കൊടുക്കാൻ വേണ്ടിയാണ് ഫോട്ടോ മാച്ചിങ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അൺടിക്ക് ചെയ്യാം. ഓക്കെ, ഫോട്ടോ മാച്ചിങ് തൽക്കാലം ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, നേരെ ഓപ്പോസിറ്റ് നമ്മൾ എവിടെയാണോ ക്യാമറ ആഡ് ചെയ്ത് അവിടേക്ക് വരും.
പിന്നെ എഫക്ട്സിൽ എന്തുണ്ട് ഫോട്ടോ മാച്ചിങ് നോക്കി റിയൽ സ്കൈ. റിയൽ സ്കൈ നമ്മൾ നോക്കിയിട്ടുണ്ട്, ക്ലാസ് കൊടുത്തപ്പോൾ ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, സെയിം തന്നെയാണ്. ഇവിടെ അതിൻ്റെ സ്കൈ നമ്മൾ ഇഷ്ടമല്ല, ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്യണതാണ്, നമ്മൾ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യണതാണ് ഇപ്പോൾ ചെയ്യണത്. ഓക്കെ, ഫ്രണ്ടത്തെ മരത്തിനുള്ളിൽ കൂടി ലൈറ്റൊക്കെ അടിച്ചു വരുന്നു. ഇപ്പോൾ ആ ലൈറ്റ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരണോ, ഇത്ര മാത്രം മതിയോ, ഏത് ഡയറക്ഷനിൽ വരണം, അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ചെയ്യാം. ഇത് ഒഴിവാക്കി വേറെ സണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ സണ്ണിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടൂണേ മൊത്തത്തിൽ മാറി, സണ്ണൊന്നുകൂടി ഹൈറ്റിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ടൂണേ മൊത്തത്തിൽ മാറി. ഇനി ഓവർ കാസ്റ്റ് എടുത്തിട്ട് അത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ കണ്ടോ, ഒരു ഇരുണ്ട് പിടിച്ച ഒരു ഫീൽ വന്നു. മോർണിംഗിൻ്റെ ഇതുണ്ട്, ഈവനിങ് ഉണ്ട്. നമുക്ക് ഏതാണോ നമ്മളൊരു ആംബിയൻസിന് പറ്റിയത് അതിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു സ്കൈ ഇട്ട് കൊടുക്കട്ടെ. ഇതിൽ വന്നു, ഈ ഒരു സ്കൈ ഞാൻ തൽക്കാലം ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതവിടെ ഇട്ടു അല്ലേ. അതിന് ശേഷം ബാക്ക് അടിച്ചു, ഇവിടെ ആരോ മാർക്കുണ്ട്, ബാക്ക് അടിച്ചു, എഫക്ട്സിൽ കയറി. പിന്നെ സണ്ണാണുള്ളത്, നമുക്ക് സണ്ണ് ഇട്ട് കൊടുക്കാം. സണ്ണിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്, കണ്ടോ. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് ബട്ടണിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സണ്ണ് നമുക്ക് എവിടെയെങ്കിലൊക്കെ കിടക്കണം കാണാം, ഇത് നടക്കുന്നു അല്ലേ. സണ്ണിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാം. സണ്ണ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ റിയൽ സ്കൈക്ക് ഒരു സണ്ണ് ഉണ്ടാവും, അതും ഇതും ഒരുപോലെ വെക്കാൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് ഇവിടെ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സണ്ണിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കാണാം. അപ്പോൾ അത് എവിടെയും നമ്മൾ തപ്പി പിടിച്ചേണ്ടി വരുവേ. ഒന്ന് താത്തട്ടെ. ഓക്കെ, ഇതവിടെ കൊണ്ട് സാധനം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചു. പിന്നെ അതിൻ്റെ ഹൈറ്റ് ഒന്ന് എന്ത് ചെയ്തു, കൂട്ടി. കറക്റ്റായിട്ട് ആ റിയൽ സ്കൈൻ്റെ ഒപ്പമല്ല സണ്ണൊക്കെ തന്നെ വെച്ച് കൊടുത്തു. അത് എന്ത് ചെയ്യുക വെച്ചാൽ ഷാഡോസും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സണ്ണ് ഇട്ട് കൊടുത്തു. ചില ടൈമിൽ സണ്ണ് ഇട്ട് കഴിഞ്ഞാൽ റിയൽ സ്കൈ ഓഫായി പോകും കേട്ടോ. ചില എഫക്റ്റിന് നമ്മൾ ഇതിനുള്ളിൽ കൊടുക്കുന്ന ചില എഫക്റ്റിന് സണ്ണ് ഇട്ട് കഴിഞ്ഞാൽ റിയൽ സ്കൈ ഓഫായി പോകും, അത് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ എഫക്ട്സിൽ കയറി സണ്ണ് ഇട്ട് കൊടുത്തു. പിന്നെ ഷാഡോ ഉണ്ടല്ലോ ഇവിടെ, ഷാഡോ നമുക്ക് ഒന്നുകൂടി അഡീഷണൽ ആയിട്ട് കിട്ടാറുണ്ട്. ഷാഡോ ഇട്ടോ, ഷാഡോ റേഞ്ച് കണ്ടോ, മുന്നത്തേക്ക് മാറണമൊക്കെ നല്ലപോലെ കൂടി. അത് കളറിങ് എങ്ങനെയാണ് അതിലത് കണ്ടോ, നമുക്ക് രണ്ട് ടൈപ്പ് കളറല്ലത്, ഒന്ന് വാമും ഒന്ന് കൂളും അല്ലത് അല്ലേ. അപ്പം എങ്ങനെ വേണമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നെസ് വേണ്ടേ ആണോ, അതാണ് നമുക്ക് അതായത് നല്ലപോലെ എടുത്ത് കാണിക്കണം, അതല്ലേ കുഴപ്പമില്ലാത്ത രീതിക്ക്. പിന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഉണ്ട്, അതിൽ എക്സ്റ്റീരിയർ ഇടുക. ഒമിനി ഷാഡ് ഉണ്ട്, ചെറിയ ചെറിയ ഷാഡോസ് എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ടോ. അപ്പം അതിൻ്റെ ഞാൻ കുറച്ചു, കാരണം ഒന്നുകൂടി അതിൻ്റെ ഉള്ളിലത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ചത് കേട്ടോ. ഷാഡോ കറക്ഷൻ, ഷാഡോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് ലെവലാക്കാൻ. പിന്നെ ഇവിടെ ഓൾറെഡി ഇത് നോർമലാണുള്ളത്, ഷാർപ്പ് ഉണ്ട്, പിന്നെ സോഫ്റ്റ് ഷാഡോ ഉണ്ട്, പിന്നെ ഫൈൻ ഡീറ്റെയിൽഡ് ഷാഡോൻ്റെ എല്ലാ ഡീറ്റെയിലും സോഫ്റ്റും ഇതും. അപ്പോൾ സോഫ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ് ചെയ്താൽ വർക്കാകത്ത, ഷാർപ്പിൽ വർക്കാവുന്നില്ല. അൾട്രാ ഷാർപ്പിൽ നോർമലിൽ സോഫ്റ്റ് വർക്കാവും കേട്ടോ. ഏതിനാണ് നോർമലിനായ സോഫ്റ്റ് വർക്കാവുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ നോക്കി ഇതിൽ നോക്കിയാൽ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടോ, സോഫ്റ്റിൽ നടക്കുന്നത്. ഓക്കെ, ഷാഡോൻ്റെ അത് കഴിഞ്ഞു. എഫക്ട്സിൽ ഒന്നും അടുത്തത് റിഫ്ലക്ഷൻ എന്ന സാധനമാണ്, ഇത് നമുക്ക് മസ്റ്റാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. റിഫ്ലക്ഷനിലിട്ടു, ഇവിടെ എനേബിൾ ചെയ്തു, റിഫ്ലക്ഷൻ എനേബിൾ ചെയ്തു. ആക്റ്റീവ് പാനൽസിൽ കണ്ടോ, ഇവിടെ ആക്റ്റീവ് പാനൽസ്, അതേപോലെ ഇവിടെ പ്രീവ്യൂ ഉണ്ട്. പ്രീവ്യൂ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിട്ട് കാണാം, നോർമലായിട്ട് കാണിക്കുക, നോർമലായിട്ട് കാണാം. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പെക്ക് അനുസരിച്ചിരിക്കും നമ്മൾ ആ കൊടുക്കുന്നത്. ചിലതിന് നല്ല ഹാങ് വരാൻ ചാൻസ് ഉണ്ട്. ഹൈ ക്വാളിറ്റിയിലിട്ടു, ആക്റ്റീവ് പാനൽസിലിട്ടു. നിങ്ങളുടെ സിസ്റ്റം ലോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ബെഞ്ച് മാർക്ക് ലോ ആണെന്നുണ്ടെങ്കിൽ നോർമലേറ്റർ കൊടുത്താൽ മതി കേട്ടോ. ആഡ് ന്യൂ കൊടുത്തു, അതവിടെ പ്ലസിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ന്യൂ കൊടുത്തു. നമ്മൾ ഗ്ലാസ് ഒക്കെ വരുന്ന ഏരിയ നോക്കുക, അത് ഗ്ലാസ് വരുന്ന ഏരിയയാണ് കൊടുത്തു. എന്തായി, സെയിം മെറ്റീരിയൽ അവിടെ കണ്ടോ, ഇതൊക്കെ എന്തായിട്ടുണ്ടാവും, കയറി വന്നിട്ടുണ്ടാവും കേട്ടോ. ചില കേസിൽ നമുക്ക് നമ്മളെ ടൈൽസിനും വാളിനൊക്കെ വരും, കുഴപ്പമില്ല, ഗ്ലാസ് മാത്രമേ എടുത്ത് കാണിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു, ടിക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കാണുന്നുണ്ട്, നമ്മളാ ഒരു പുറത്ത് വെച്ച മരം കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, പുറത്ത് വെച്ച മരം കാണുന്നുണ്ട് നമുക്ക്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഇട്ട് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? എഫക്ട്സിൽ വന്നു. പിന്നെ ഹൈപ്പർ ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഹൈപ്പർ ലൈറ്റ് പറഞ്ഞാൽ ചെറിയ ചെറിയ ലൈറ്റുകൾ അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യണേ കൂടി വരാൻ വേണ്ടിയാണ് ഹൈപ്പർ ലൈറ്റ് യൂസ് ചെയ്യുന്നത്. എനേബിൾ പ്രിവ്യൂ, അടിഭാഗത്തുനിന്നൊക്കെ ലൈറ്റ് അടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പം അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് ചില കേസിൽ ആവശ്യം വരലില്ല. മെയിനായിട്ട് വരുന്നത് ഇൻറ്റീരിയറിലാണ് വരാറുള്ളത്, എക്സ്റ്റീരിയറിൽ വരാറില്ല. തൽക്കാലം കളഞ്ഞു, അത് ആവശ്യമില്ല. ആഡ് എഫക്ട്സിൽ വന്നു. സ്കൈലൈറ്റ് എങ്ങനെ വരണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സ്കൈലൈറ്റ് എങ്ങനെ വരുന്നത് കണ്ടോ, നോക്കാം നമുക്ക്. സ്കൈലൈറ്റ് ഒന്ന് ഇവിടെ ഇതിൻ്റെ ഐ ഐക്കൺ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, നോക്കാം നമുക്ക്. ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടും സാച്ചുറേഷന് കാര്യങ്ങൾ റിഫ്ലക്ഷനായിട്ട് വേണോ, അൾട്രാ ഷാർപ്പ്, ഹൈ, കണ്ടോ സാച്ചുറേഷൻ കൂട്ടി. ഇപ്പം എന്താ സംഭവിച്ചവിടെ, നല്ല ബ്ലൂയിഷായി. നോക്കിക്കോ, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫ്രെയിം. എഫക്ട്സിൽ വന്നു, എന്ത് ചെയ്തു, സ്കൈലൈറ്റിൽ വന്നു. സ്കൈലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ കൂട്ടി, കണ്ടോ. ഫ്രണ്ടിൽ നല്ല വെളിച്ചം വന്നു. സാച്ചുറേഷൻ കൂട്ടി, കണ്ടോ. നല്ലപോലെ എന്തായി, സ്കൈ ബ്ലൂ മാക്സിമം കയറി വന്നിട്ടുണ്ട് കേട്ടോ. റിഫ്ലക്ഷനെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓണാക്കി ഇങ്ങനെ കണ്ടോ. അപ്പോൾ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. സാച്ചുറേഷൻ കാര്യങ്ങളൊക്കെ കുറക്കണമെങ്കിൽ കുറക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ഓക്കെ, അതൊക്കെ നമ്മളൊരു തീമിനനുസരിച്ചിരിക്കും കേട്ടോ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് തീമിക്കാണോ കൊല്ലണം. അപ്പോൾ നൈറ്റ് മോഡാണ് നൈറ്റ് മോഡ്, നട്ടുച്ചക്കാണ് നട്ടുച്ച, അത് കൊടുക്കാം. മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ്, അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതിട്ട് കൊടുത്തു. പിന്നെ എഫക്ട്സിൽ വന്നു. അടുത്തത് കളർ കറക്ഷൻ ഉണ്ട്. ഈ കളർ കറക്ഷൻ നമ്മൾ കളർ ഗ്രേഡിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഇവിടെ ടെമ്പറേച്ചർ ഉണ്ട്. ഈ ടെമ്പറേച്ചറാണ് വാം കൂളാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ നമ്മൾ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം ഔട്ട് നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ എന്തെങ്കിലും മാക്സിമം ഒരു വല്ലാതെ ഇതാക്കണ്ട, ആകെ പിക്ചർ കൊളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് കുറച്ചീച്ച കൂട്ടി കൊടുക്കല്ലോ കേട്ടോ. പിന്നെ ബ്രൈറ്റ്നസ് കാര്യങ്ങൾ, അഡീഷണൽ ബ്രൈറ്റ്നസ് വേണമെന്നുള്ളത് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യൂലേ, ഫോണിലൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, സാച്ചുറേഷന് കാര്യങ്ങൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന അതേ ഇത് തന്നെയാണ്, ക്യാമറ ചെയ്യുന്ന മാതിരി തന്നെയാണ് കേട്ടോ. ഓക്കെ, കളർ കറക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു. എഫക്ട്സ് കയറി. പിന്നെ അടുത്തത് ലെയർ വിസിബിലിറ്റി. ഇതെന്താ നോക്കാം നമുക്ക്. ഇവിടെ ലെയർ വിസിബിലിറ്റിയിൽ ലെയർ 1 ഞാൻ ഹൈഡ് ചെയ്തു. അപ്പം എന്താ സംഭവിച്ചാൽ നമ്മൾ ആ മരങ്ങളും കാര്യങ്ങളൊക്കെ പോയി. കാരണം എന്താണ്, നമ്മൾ ഇത്രയും നേരം വർക്ക് ചെയ്ത മരങ്ങളോ കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങുന്നത് ലെയർ 1 എന്നല്ല അടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇമ്പോർട്ട് മോഡൽസിൽ വന്നിട്ട് എന്ത് ചെയ്തു, നമ്മളെ മോഡലിൽ ക്ലിക്ക് ചെയ്തു, ലെയർ 1 നിന്ന് ലെയർ 2 ഇട്ട് കൊടുത്തു. നമ്മൾ ഫസ്റ്റ് ക്ലാസ് നോക്കുന്ന ലെയറിൻ്റെ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ വന്നു ലെയർ 1 ഞാൻ കളഞ്ഞതിന് എന്ത് സംഭവിച്ചേ, വീഡിയോ ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഹൈഡായി പോയി. ഓക്കെ, അപ്പോൾ അതിനാണ് ലെയർ വിസിബിലിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ ഇവിടെ വെച്ച ഈ മരങ്ങളില്ലേ, അതൊക്കെ എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ലെയർ കൊണ്ടിടാം. അപ്പോൾ ഇതുമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എന്ത് ചെയ്തു, അത് സെലക്ട് ചെയ്തു, കൺട്രോൾ പിടിച്ചിട്ട് എന്ത് ചെയ്തു, അടുത്ത് സെലക്ട് ചെയ്തു, കൺട്രോൾ വെച്ചിട്ട് അടുത്ത് സെലക്ട് ചെയ്തു. ഈ ഫ്രണ്ടിലത്തെ മരങ്ങളൊക്കെ എന്ത് ചെയ്തു, ഞാൻ ലെയർ 3 കിട്ടും. ഓക്കെ, ലെയർ 3 ഇട്ടു കേട്ടോ. ഓക്കെ, ലെയർ 3 ലിറ്റർ എന്ത് ചെയ്തു, അതിൽ വന്നു. ഓക്കെ, ലെയർ 3 ഓഫ് ചെയ്യണമെങ്കിൽ ഫ്രണ്ടത്തെ ഷാഡോസും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. ഫ്രണ്ട് ഫ്രീ ആയി കിടക്കുക. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ലെയർ വിസിബിലിറ്റി എന്താണെന്ന് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. വീണ്ടും എഫക്ട്സിൽ വന്നു. പിന്നെ കൺസെപ്റ്റ് ഇതിൻ്റെ ഔട്ട്ലൈനാണ്. ഔട്ട്ലൈൻ നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ സ്കെച്ച് ചെയ്ത പോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഔട്ട് എടുക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട്. ഇനി ട്രാൻസ്പെറൻസി ഒഴിവാക്കാം. ഔട്ട്ലൈൻ ഡെൻസിറ്റി, ഔട്ട്ലൈനിൻ്റെ കാര്യങ്ങൾ, ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്ലൈൻ എന്ന് പറഞ്ഞ എഫക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ. പിന്നെ സ്കെച്ച് നമ്മൾ വരച്ചമാരൊക്കെ ആയി കൊടുക്കണമെങ്കിൽ ഇതാ, അതൊക്കെ ജസ്റ്റ് കൊടുക്കുന്ന ഇട്ട് നോക്കുക, റഫായിട്ട് ഇട്ട് നോക്കുക. നിങ്ങൾ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വെറുതെ എടുത്ത് നോക്കുക. എഫക്റ്റ് ഇന്നതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അടുത്ത സ്കെച്ച് ഉണ്ട്, കണ്ടോ. സ്കെച്ചിൻ്റെ ഓരോ മോഡലുകൾ അടിയിലുണ്ടാവും അതിൻ്റെ ഓപ്ഷന്. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ ആർക്കിടെക്ചർ ഉണ്ട്. ആർക്കിടെക്ചറിൽ ഫോട്ടോ മാച്ചിങ് സെയിം തന്നെ വരുന്നത്, 2 പോയിന്റ് പെർസ്പെക്റ്റീവ് സെയിം തന്നെ. പക്ഷേ സൺ സ്റ്റഡി എന്ന് പറഞ്ഞ പുതിയൊരു സാധനം വന്നിട്ടുണ്ട് അല്ലേ. സൺ സ്റ്റഡി നോക്കാം നമുക്ക്. സൺ സ്റ്റഡി ഇട്ടപ്പോൾ എന്ത് ചെയ്തു, അത് ഡിസേബിൾ ആണ് നടക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സണ്ണുണ്ട് റിയൽ സ്കൈ ഉണ്ട്, അത് രണ്ടും ഓഫ് ചെയ്തു. അതിന് ശേഷം ഇവിടെ സൺ സ്റ്റഡി എനേബിൾ ആവുള്ളൂ കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞാവും ചില ടൈമിൽ സണ്ണുണ്ടെങ്കിൽ റിയൽ സ്കൈ ഓണായി വരില്ല എന്ന്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് സൺ സ്റ്റഡിക്കും വരുന്നത്. രണ്ടും ഉണ്ടെങ്കിൽ ഇവിടെ സൺ സ്റ്റഡി ഓൺ ആവില്ല കേട്ടോ. ഇപ്പോൾ സൺ സ്റ്റഡി ഓഫ് ചെയ്തു, ഇവിടെ റിയൽ സ്കൈയും സണ്ണും നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ആക്കാം. ഇതാ സൺ സ്റ്റഡി അപ്പോൾ ഓഫ് ആക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു ടൈമിൽ ഏതെങ്കിലും വർക്ക് ആവുള്ളൂ. അപ്പോൾ സൺ സ്റ്റഡി എന്താ നോക്കാം നമുക്ക്. എനേബിൾ ചെയ്തു, ഇവിടെ വന്നു, എഡിറ്റിൽ കയറി. എഡിറ്റിൽ കയറിയപ്പോൾ എന്ത് ചെയ്തു, നമുക്കൊരു ഭൂമിയുടെ ചിഹ്നം കിട്ടിയില്ലേ.
നമുക്ക് വേണ്ടൊരു ഏരിയ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ വെറുതെ കേരളത്തിൻ്റെ ഒരു ഏരിയ കൊടുത്തു, ടിക്കറ്റ് കൊടുത്തു. ആ ഒരു ഏരിയയിലൊരു സണ്ണിൻ്റെ ഒരു ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുക കേട്ടോ. പിന്നെ ഇവിടെ മണിക്കൂറുണ്ട്, 12 മണി, മിനിറ്റ് കാര്യങ്ങൾ കാണാം. ഓരോ മിനിറ്റിനും സണ്ണ് ഇങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഇതാണ് നമുക്ക് കറക്റ്റായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഷാഡോ അങ്ങോട്ട് വന്നു, ഇവിടെ ഉണ്ടായിരുന്ന ഷാഡോ അവിടേക്ക് വന്നു. അതേപോലെ ഹവറിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് നമുക്ക് കാണാം. കണ്ടോ, ഇവിടെ അടിച്ചെടുക്കാം 12 മണിക്ക് 12 അടിച്ചെടുക്കാം. മിനിറ്റ്, പിന്നെ ഡേ, ഏത് ഡേ ആണെന്നുള്ളത് കണ്ടോ, ഡേ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. മന്ത്, ഏത് മന്തിലാണുള്ളത്. ഇപ്പോൾ ഇന്ന് 6, മന്ത് 11. ഓക്കെ, അതിട്ട് കൊടുത്തു. ഇയർ ഏതാ കിടക്കണേ നോക്കാം. ഇയർ 2024, അത് ഇട്ട് കൊടുത്തു. ടൈം സോണ്, നമ്മൾ ടൈം സോൺ ഏതിലാണ് കിടക്കണമെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. ഓക്കെ, ഡേ ലൈറ്റ് സേവിങ് നോക്കിയേക്കാം, ലൈറ്റ് സേവ് ചെയ്തിടുന്നത്. ലാറ്റിറ്റ്യൂഡ്, ഓക്കെ, ഹൈറ്റ് ആണ് കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് ഏതാണ്, സണ്ണ് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളത്, അതായത് അതിൻ്റെ സെൻട്രൽ പോർഷന് കണ്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി, ഫുള്ളായിട്ട് പോയി. അപ്പം നൈറ്റ് മോഡായി, ഫുള്ളായിട്ട് ഇതാക്കിയപ്പോൾ ഹൈറ്റാണ് കമ്മിയാക്കി മൊത്തം. ഓക്കെ, അതൊക്കെ നമ്മളെ മോഡലിൻ്റെ അതേമാതിരി നമ്മൾ സണ്ണ് ഇവിടുന്ന് വരുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇവിടെ നോർത്ത് ഈസ്റ്റ് ഓഫ്സെറ്റ് ഉണ്ട്, ഇവിടെ കണ്ടോ, നോർത്ത് ഓഫ്സെറ്റിൽ സണ്ണ് ഇവിടുന്ന് അടിക്കണേന്ന് വേണ്ടത്, അതാണ് ഈ നോർത്ത് ഓഫ്സെറ്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ പോവാം, ഇത് ഒഴിവാക്കാം. നമുക്ക് നമ്മൾ പഴയതിടണമെങ്കിൽ പഴയതിടാം. അതിനായിട്ട് ഇത് ഓഫ് ചെയ്യാം, ഇത് രണ്ടും എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യാം. ഓക്കെ, ദെൻ എഫക്ട്സിൽ കയറി വീണ്ടും ഇതെന്തുണ്ട്, ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. ബ്ലൂ പ്രിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൂട്ടി വെക്കാം. കണ്ടോ, നമുക്കിപ്പോൾ സ്കെച്ച് ചെയ്യണമെന്നുണ്ട്, ഒരു വീടിൻ്റെ ഒരു സ്കെച്ചും കാര്യങ്ങളൊക്കെ ഗ്രിഡ് ലൈനൊക്കെ ഇട്ട് നമ്മൾ വരക്കാറുണ്ട് അല്ലേ, അതിന് വേണ്ടി യൂസ് ചെയ്യണം ഈ ബ്ലൂ പ്രിൻ്റ്. കണ്ടോ, സ്കെയിൽ കൂട്ടിയിട്ട് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വരച്ച് പഠിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് വേണ്ട, അത് ഡിലീറ്റ് അടിച്ചു. എഫക്ട്സിൽ കയറി ഫോം ആയിട്ടല്ലേ, കണ്ടോ, അത് ആ വീട് ഫുള്ളായിട്ട് ഫോം ചെയ്തല്ലേ. അപ്പോൾ നമുക്കൊരു ഔട്ടൊക്കെ ജസ്റ്റ് വെറുതെ മോഡലിംഗ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടാവും, ഓരോരുത്തർ പേജിൽ ഇടുമ്പോൾ ചിലപ്പോൾ വെയിറ്റും അതുപോലെ പിന്നെ അതിൻ്റെ RGB കളറിൻ്റെ ഇടുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് കളറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ മാറ്റി കൊടുക്കാം കേട്ടോ. ഇതാ ആ കളറ് മാറണേ, ഇതിൻ്റെ കളറാണ് മാറണേ, സണ്ണിൻ്റെ കളറാണ് ഈ മാറുന്നത്. ഓക്കെ, ഇതിലിറക്കണ കളറ് സണ്ണിൻ്റെ കളറാണ് മാറുന്നത് കേട്ടോ. ഓക്കെ, അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഓർത്തോഗ്രാഫിക്സ് വ്യൂ. ഓർത്തോഗ്രാഫിക്സ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2D പോലെ എന്ത് ചെയ്യാം, ഇതിനെടുക്കാം. അപ്പോൾ ഇവിടെ സൂം ഉണ്ട്, ഞാൻ ഇത്രയും സൂം ചെയ്തു. ഓക്കെ, ഇതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ലെഫ്റ്റ് ബട്ടണാണ് കേട്ടോ യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ വ്യൂ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ ടോപ്പ് വ്യൂ കണ്ടിട്ടുണ്ടാവും അല്ലേ, കട്ട് പ്ലാന്, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, റെൻഡർ ഔട്ട് എടുത്ത് വിടുന്നത് കേട്ടോ. ഇത് ഓർത്തോഗ്രാഫിക്സ് വ്യൂ ആണെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യാം. ദെൻ ക്ലോസ്, എനിക്കത് ആവശ്യമില്ല, ഡബിൾ ക്ലിക്ക്, ഇവിടെ വന്നു. എഫക്ട്സിൽ കയറി ഓർത്തോഗ്രാഫിക്സ് നോക്കി. പിന്നെ ലൈറ്റിംഗ് ആണ്, സണ്ണ് നോക്കി, ഷാഡോ നോക്കിയില്ലേ, റിഫ്ലക്ഷൻ, സ്കൈലൈറ്റ്, ഹൈപ്പർ ലൈറ്റ്, ഇത് നോക്കാം നമുക്ക്. ഇതൊക്കെ വരുന്നത് നമുക്ക് ഇൻറ്റീരിയറിലാണ് വരുന്നത്. നമുക്ക് ഇത് നോക്കാം, ഇങ്ങോട്ട് റൈസ് നോക്കി. ഇപ്പം എന്താ നോക്കാം, അതിനായിട്ട് ഇവിടെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. കണ്ടോ, സണ്ണൊക്കെ നമ്മൾ ചില നേരത്തൊക്കെ നോക്കി ഇങ്ങനെ നമ്മളെ ഫോഗിൻ്റെ ഉള്ളിൽ, അതായത് നമ്മളെ കാർമേഘത്തിൻ്റെ ഉള്ളിൽ കൂടെ അടിച്ചു തന്നെ കണ്ടിട്ടുണ്ട് അല്ലേ, അത് തന്നെയാണ് ഇതും കേട്ടോ. സണ്ണിൻ്റെ ലൈറ്റ് എന്താവണം, സ്പ്രെഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ ഇടും. അപ്പോൾ സണ്ണ് ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാതെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിലാവുകൊണ്ട് നമുക്കത് ആവശ്യമില്ല, അത് കളഞ്ഞു, വെറുതെ എഫക്റ്റ് ഇട്ടിട്ട് നമ്മൾ ലോഡ് കൂട്ടണ്ട. ഓക്കെ, പിന്നെ ഗ്ലോബൽ ഇലിമിനേഷൻ എന്തൊക്കെയാണ് ഇൻറ്റീരിയറിലാണ് പറഞ്ഞുതരാം. ഇത് വരുന്നത് ഏതാണ്, ഷാഡോ, അതായത് ഇതിൻ്റെ നമ്മൾ ഏതിൻ്റെ ഉള്ള കൂടി ഇവിടെ വെച്ച മരങ്ങളായിക്കോട്ടെ അതിൻ്റെ ഉള്ള കൂടിയൊക്കെ കയറി വരാൻ വേണ്ടിയിട്ടാണ്. റേഞ്ച്, എത്ര റേഞ്ചിലാണ് വരേണ്ടത് എന്നുള്ളതൊക്കെ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇങ്ങോട്ട് വരും കേട്ടോ. ഏതാട്ടെ, വോളിയോമെട്രിക് സൺലൈറ്റ്, അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. എഫക്ട്സിൽ കയറി പിന്നെ ഇത് ലൈറ്റിൻ്റെ ആണ്, അതൊക്കെ ഇൻറ്റീരിയറിൽ ഉള്ളതാണ്. പിന്നെ സ്കൈ വെതർ, ഔറ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഔറ കേട്ടിട്ടുണ്ടാവും, എന്താ നോക്കാം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഓഫ് ചെയ്തു, സണ്ണും റിയൽ സ്കൈ ആണ് ഓഫ് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നു
ഔറ ഇട്ടു, ബ്രൈറ്റ്നെസ് കാര്യങ്ങൾ. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇത് കാണിച്ചു തരാൻ ഇവിടുന്ന് റിയൽ സ്കൈയിൽ നൈറ്റ് ടോക്കട്ടെ കേട്ടോ. കണ്ടോ, അത് നൈറ്റ് മോഡിൽ നമുക്ക് ഔറ വർക്ക് ആവുള്ളൂ കേട്ടോ, പകൽ മോഡിൽ വർക്ക് ആവില്ലേ. ഏതാണ് റിയൽ സ്കൈ ഓൺ ആക്കിയിട്ടുണ്ട്, അതിൽ നൈറ്റ് മോഡ് ഇട്ടു, ഔറ ഇട്ടു, ബ്രൈറ്റ്നെസ് കാര്യങ്ങളൊക്കെ കൂട്ടാൻ അതിൻ്റെ കളറുണ്ട്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ടൈം ഓഫ്സെറ്റ്, ഈ ഒരു മൃഗന്ന ഇത് കണ്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും ഈ സാധനം. കണ്ടോ എന്താ. അപ്പോൾ അതങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പുറത്തവർക്കൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, സുഖമായിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു എഫക്റ്റൊക്കെ അടിപൊളിയാവും. അപ്പോൾ അത് ആവശ്യമില്ല, കളഞ്ഞു. ഇവിടെ ഒന്ന് റിയൽ സ്കൈയിൽ അധികം ഒഴിവാക്കട്ടെ കേട്ടോ. പഴയ ലെവലിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. ഓക്കെ, ദെൻ ഇവിടെ വന്നു, അടുത്ത എഫക്ട്സിൽ കയറി അവർ നോക്കി. സ്കൈ ആൻഡ് ക്ലൗഡ്സ് ഉണ്ട് അല്ലേ. സ്കൈ ആൻഡ് ക്ലൗഡ്സ് വർക്ക് ആണെങ്കിൽ റിയൽ സ്കൈ ഓഫ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ റിയൽ സ്കൈ നമുക്ക് എന്താണ് ഓൺ ആക്കുകയും ചെയ്യണം, ഓഫ് ആക്കുകയും ചെയ്യണം. റിയൽ സ്കൈ ഇല്ലാതെ നമ്മൾ സണ്ണിനെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഈ സ്കൈ ആൻഡ് ക്ലൗഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണേ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ പൊസിഷന് മാറ്റി കൊടുക്കാം. ക്ലൗഡ് സ്പീഡ്, മാസ്റ്റർ ക്ലൗഡ്, ലോ ക്ലൗഡ്, വലുതാക്കുക, ചെറുതാക്കുക, ഹൈ ആക്കാം. ഓക്കെ, വാട്ടെവർ, അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ ചെയ്ത് കൊടുക്കാം. പിന്നെ എഫക്ട്സിൽ കയറി ഫോഗ് ഉണ്ട്, ഫോഗ് ഇട്ട് കൊടുത്തു. ഫോഗിന് ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ കൂട്ടാം. ഇപ്പോൾ ചില ഏരിയയൊക്കെ നമുക്ക് ഇവിടെ കാണണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഗ് കൂട്ടി വിടാം. അപ്പോൾ നമ്മളെ സ്കൈ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇവിടെ ഫാൽ ഓഫ് ഉണ്ട്, ഫോഗ് ഫാൽ ഓഫ്, അതാണ് കൂട്ടി കൊടുത്താൽ മതി. പടിയിൽ മാത്രമേ ഫോഗ് നിൽക്കുള്ളൂ, മുകൾ ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ബ്രൈറ്റ്നെസ് ഒക്കെ കാര്യങ്ങൾ അത് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഫോഗ് ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തതിൽ വന്നു. പിന്നെ അവിടെ മഴ ഉണ്ട്, മഴ വേണമെങ്കിൽ നമുക്ക് മഴ ഇട്ട് കൊടുക്കാം. മഴ ഇട്ടെടുത്തപ്പോൾ എന്ത് ചെയ്തു, മഴത്തുള്ളിയൊക്കെ നമുക്ക് കാണുന്നുണ്ടല്ലേ. അപ്പോൾ മഴത്തുള്ളിയുടെ അത് കുറക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ റെയിൻ ഉണ്ട്, സ്നോ ഉണ്ട്. സ്നോ ആക്കണമെങ്കിൽ സ്നോ ആക്കാം. അപ്പോൾ എന്തായി, മഞ്ഞ് വീണ് ലെവലിലേക്ക് എത്തി. കണ്ടോ, വളരെ പെട്ടെന്ന് ഒന്നില്ല സ്നോ ആണ് കൂട്ടി കൊടുക്കരുത്. അപ്പോൾ കുറച്ച് മഞ്ഞ് ഒതുങ്ങി കുറച്ചിട്ട് കൊടുക്കാം. ഇതോ ഓക്കെ, ഫുള്ളായിട്ട് കുറച്ചു. ഇതതിൻ്റെ എത്രത്തോളം വെള്ളം വേണമെന്നുള്ളതാണ് തീരുമാനിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് അതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ, എത്ര സ്പീഡിൽ മഴ പെയ്യണം അത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇവിടെ എന്തുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര ക്വാണ്ടിറ്റിയിലാണ് വേണ്ടതുള്ളത് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ സൈസ്, മഴത്തുള്ളിയുടെ സൈസാണ് ഇത് പറയുന്നത്. പിന്നെ ബ്ലോക്ക് ബൈ പ്ലാൻ്റെ കാര്യങ്ങൾ. ഇവിടെ ഒരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താ, ഇവിടെയൊക്കെ വെയിറ്റ് ഉള്ളതായി, വെള്ളം പോയി. അതേമാതിരി സൺഷെയ്ഡിൻ്റെ അടിയിൽ അവിടുന്ന് വെള്ളം പോയി. പിന്നെ നമ്മളെ ഗ്ലാസ്മോ കൂടി റൈൻ്റെ ഇത് വേണമെന്നുള്ളത്. ഈ ഒരു ഗ്ലാസ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ വന്നതിനാൽ അപ്പോൾ കണ്ടോ, അതിൻ്റെ മേലെ കൂടി മഴത്തുള്ളി വന്ന് പോകണം. ഏതാ കൂട്ടി, ഇതുണ്ടോ കൂട്ടിയത്, പോയില്ലേ. ഇത് കൂട്ടിക്കാൻ അതിൻ്റെ മേലെ കൂടി മഴത്തുള്ളി വന്നാൽ മതി കേട്ടോ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഓഫ്സെറ്റ് ചെയ്യാം, റൊട്ടേഷൻ ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ വന്നു. പിന്നെ അതിൽ തന്നെ ഫോഗിൻ്റെ കാര്യങ്ങളുണ്ട് കേട്ടോ. എക്സ്ട്രാ ഫോഗ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മഴ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ഫോഗ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, മഴയുടെ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നേരെ ബാക്ക് അടിച്ചു, എഫക്ട്സിൽ വന്നു അടുത്തത്. പിന്നെ ഇത് നോക്കുക. ഇത് നോക്കണമെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ എന്താണ്, റിയൽ സ്കൈ ഓഫ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ ആകാശത്തൊക്കെ ചിലപ്പോൾ മഴ ഓരോ വരകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അവിടെയൊക്കെ. അപ്പം അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ വന്നു. ഓക്കെ, അതിട്ട് കൊടുക്കണം. ഒരു മിനിറ്റ്. സൂം ഔട്ടിൽ നോക്കണം. ആകാശത്ത് ഏതെങ്കിലും ഒരു ചെറിയൊരു ഭാഗത്തേ ഉണ്ടാവുള്ളൂ. അത് നമ്മളെ ലെവലിലേക്ക് എത്തിച്ചാൽ നമ്മളെ ഇതാണ്ടോ, അവിടെ വന്നു അല്ലേ. ഉണ്ടോ, അവിടെ വന്നു നമുക്ക്. അപ്പോൾ അത് നമ്മളെ ലെവലിലേക്ക് എത്തിച്ചാണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കണം, ഇവിടെ റൊട്ടേറ്റ് ചെയ്തിട്ട്.
ഓക്കെ, നമ്മളൊരു വ്യൂക്ക് എത്തിച്ചുന്ന മാതിരി ആക്കി കൊടുക്കാം. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, റാൻഡം സൈസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ലെങ്ത് എത്ര വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. വെറുതെ ജസ്റ്റ് ആകാശത്തെ ഒരു വരിയും കാര്യമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. റീഡ് സ്കൈ ഓണാക്കി വീണ്ടും ഇവിടെ വന്നു എഫക്ട്സിൽ അത് നോക്കി ക്ലൗഡ്സിൻ്റെതാണ് അതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ കണ്ടോ. അപ്പോൾ ക്ലൗഡ്സ് എന്തായി അടിയിലേക്ക് ഇറങ്ങി വന്നു. എത്രത്തോളം വേണമെന്നുള്ളത് ഹൈറ്റ് കാര്യങ്ങളുണ്ട്. ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. കുറച്ച് കഴിഞ്ഞാൽ അടിയിൽ കൂടി നിൽക്കൂട്ടോ. എന്തായി ഫുള്ളായിട്ട് ഫോഗ് ഇറങ്ങി വന്ന മാതിരിയായി. ഏത് നമ്മൾ ആകാശം താഴത്തേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സെറ്റ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്തു, അത് ആവശ്യമില്ല, ഡിലീറ്റ് അടിച്ചു. ഓക്കെ, എഫക്ട്സിൽ വന്നു. പിന്നെ എന്തുണ്ട് അടുത്തത്, വിൻഡാണ്. വിൻഡ് ഫോട്ടോസിന് യൂസ് ചെയ്യാൻ പറ്റില്ല, കിട്ടില്ല. പിന്നെ ഹൊറിസോണ്ടൽ ക്ലൗഡ്സ് ആണ്, പക്ഷെ അത് ഡിസേബിൾ ആണ്. എനേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ റിയൽ സ്കൈ ഓഫ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് എനേബിൾ ആവും കേട്ടോ. ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, ടൈപ്പ് ഉണ്ട്. അപ്പോൾ അടിഭാഗത്തുണ്ടോ, ഇവിടെ 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 എന്താ. ഓക്കെ, അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഞാൻ വെറുതെ റഫായിട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ കേട്ടോ. മൂണ് നമുക്ക് ആഡ് ചെയ്യാം. മൂൺ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സൺ ഓഫ് ആവണം, എങ്കിൽ മാത്രമേ മൂൺ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സൺ ഓഫ് ചെയ്തു. ഇവിടെ വന്നു മൂണിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് മുന്നൊരു കാര്യം, നമ്മൾ എന്ത് ചെയ്യണം, റിയൽ സ്കൈ ഓൺ ആക്കണം. റിയൽ സ്കൈയിൽ നൈറ്റ് മോഡ് കിട്ടിയാൽ നമുക്ക് മൂൺ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നൈറ്റ് മോഡ് ഇട്ടാലേ മൂൺ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ് അവിടെ. ഓക്കെ, മൂണും കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നൈറ്റ് മോഡിൽ ഇടണേ. റിയൽ സ്കൈ ഞാൻ തൽക്കാലം ഓഫ് ചെയ്തു. ഇവിടെ ഒന്ന് മൂണിലിട്ടു. മൂണിൻ്റെ ഹൈറ്റ് എന്ത് ചെയ്തു, കൂട്ടാം, കുറക്കാം. ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും, തപ്പി പിടിച്ചണം. കാരണം ഇത്രയും വലിയൊരു ഇതിൻ്റെ ഉള്ളിൽ ഒന്നാമത് നമ്മൾ ഫ്രെയിം സൈസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടേ കാണുള്ളൂ. അവിടെ എവിടേക്കേ കണ്ടമായി തോന്നി, ഇതേ കിടക്കുന്നു അവിടെ. ഓക്കെ, അപ്പോൾ ഇത് കിട്ടുള്ളൂ. മൂണിൻ്റെ സൈസ് ഉണ്ട് കണ്ടോ, വലുതാക്കാം, ചെറുതാക്കാം. ഓക്കെ, അപ്പോൾ മൂണവിടെ വന്നു അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നൈറ്റ് മോഡിലാണ് ഏറ്റവും ബെറ്റർ അത്. നൈറ്റ് മോഡ് നമ്മളിവിടെ ചെയ്യുമ്പോൾ റിയൽ സ്കൈ അല്ല, സൺ ഓൺ ആക്കിയിട്ട് സണ്ണിനാണ് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നൈറ്റ് മോഡ് ആയിക്കോളത്. റിയൽ സ്കൈ ഇട്ടാൽ മൂന്ന് വർക്കാവില്ല, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലിട്ടു. അപ്പോൾ ഞാൻ എന്താ സംഭവിച്ചത്, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നൈറ്റും അവിടെ സണ്ണ് അടിക്കുന്നുണ്ട്, അത് പറ്റില്ലല്ലോ. നമ്മൾ പഴയ ലെവലിങ്ങനെ കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തായി, അത്ര കാര്യമുള്ളൂ. എഫക്റ്റുകൾ അത്ര നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കളേഴ്സ് നോക്കാം നമുക്ക്. ഇതെന്താ നോക്കാം. ഇപ്പോൾ ലെയർ 1 ഇതിൻ്റെ കളറുകൾ മാറ്റിക്കഴിഞ്ഞാൽ ലെയർ 1 എന്തൊക്കെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ലെയർ 2 നമുക്ക് ലെയർ 1 എന്ത് ചെയ്തു, ഓൾ ലെയർ കിട്ടുന്നുണ്ട്. ഇതേ ഓൾ ലെയർ കളർ ഷിഫ്റ്റ് ഉണ്ട്. മരത്തിൻ്റെ കളറൊക്കെ മാറുന്നുണ്ടോ അല്ലേ. മരത്തിൻ്റെ കളറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടോ അത് യൂസ് ചെയ്യുന്നത്. ആക്ടിങ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ആവശ്യമില്ല, ഞാൻ കളഞ്ഞു. എഫക്ട്സിൽ അത്ര കാര്യം നോക്കി. പിന്നെ ക്യാമറയുടെ ഹാൻഡിൽഡ് ക്യാമറ ഉണ്ട്, അത് നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. അപ്പോൾ ക്യാമറ എന്ത് ചെയ്തു, വലിയ നിന്ന മതിയായി അല്ലേ. സ്ട്രെങ്ത് അത് വീഡിയോയിൽ കാണിച്ചു തരാം. ഫ്രണ്ടിൽ ഫിലിം ആക്കണമെന്നുള്ളത്. പിന്നെ അതിൻ്റെ ഗ്രേഡിയൻ്റ് കണ്ടോ, അവിടെ വെളിച്ചം കൂടുന്നു. ഗ്രേഡിയൻ്റെ എമൗണ്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം. സ്റ്റാച്ചുറേഷൻ്റെ കാര്യങ്ങൾ, ആംഗിൾ കണ്ടോ. എന്ത് ചെയ്തു, നമ്മൾ പോർട്രേറ്റ് ലുക്കിലേക്ക് എത്തി നമ്മൾ. ഓക്കെ, ഇത് ഫിലിം ഫോക്കൽ ലെങ്ത്ത് എന്ത് ചെയ്യുക, ഫോക്കൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. അത് നമ്മൾ സാധാരണ ഫോണിൽ നമ്മൾ ഇപ്പോൾ ലാൻഡ്സ്കേപ്പിലല്ല കിടക്കുന്നത്, അത് പോർട്രേറ്റ് ഇടാൻ വേണ്ടി നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇട്ടെടുത്തു. പിന്നെ എക്സ്പോഷൻ, ഇപ്പം നമുക്ക് എഫക്റ്റൊക്കെ ഓരോന്ന് ഇട്ട് കഴിഞ്ഞാൽ എക്സ്പോഷൻ കുറച്ച് കമ്മിയായി തരും. എക്സ്പോഷൻ കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് എക്സ്പോഷൻ കൂട്ടി കൊടുക്കാം. ഓവറോൾ എക്സ്പോഷനാണ് കൂടുക കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇനിയിപ്പോൾ കുറക്കണമെങ്കിലും സെയിം തന്നെ കേട്ടോ, ഫുള്ളായിട്ട് കുറച്ച് വിടാം. അപ്പോൾ അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അപ്പം നമുക്ക് നമ്മൾ ആംബിയൻസ് നമ്മളൊരു തീം ഉണ്ടാവില്ല മനസ്സിലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇവിടെ വന്നു. പിന്നെ എഫക്ട്സിൽ കയറി ഡെപ്ത് ഓഫ് ഫീൽഡ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ബാക്ക്ഗ്രൗണ്ട് താക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തു. എന്തായി, ബ്ലറായില്ലേ, ഓട്ടോ ഫോക്കസ് ചെയ്തു.
ഓട്ടോ ഫോക്കസ് വേറെ എവിടെയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആവും. എഡിറ്റിൽ കയറി വീടിനെ ഫോക്കസ് ചെയ്തു. ഓക്കെ, പിന്നെ എമൗണ്ട് ഒന്ന് കുറച്ച് കൊടുത്തു. ഓക്കെ, ഫോർഗ്രൗണ്ട് വേണം ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ളത്. ഓക്കെ, ചെറുതായിട്ടൊരു ബ്ലറിങ് മാത്രം, ഈ ഒരു ഏരിയ മാത്രം ഒരു ചെറിയൊരു ബ്ലറിങ് മാത്രം കൊടുത്തു. ഇപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കി വിടുക. അടുത്ത എഫക്ട്സിൽ വന്നു ലെൻസ് ഫിയർ ഇട്ടു. നമ്മൾ ലൈറ്റിൻ്റെ ഒക്കെ ഇത് കണ്ടോ, കണ്ണുക കുത്തുമ്പോൾ കാണാം നമ്മൾ ഒരു സ്റ്റാർ പോലെ നിൽക്കുന്ന ലൈറ്റ്. അപ്പം അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, ലെൻസ് ഫ്ലെയർ. ഓക്കെ, അതിൻ്റെ ഫെയർ ഓഫ് കാര്യങ്ങൾ എത്രത്തോളം വേണ്ടത് എന്നുള്ളത് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. എഫക്ട്സിൽ പിന്നെ അടുത്തുണ്ട്, അടുത്തൊരു എഫക്റ്റ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെന്താണ്, നമുക്കൊരു 3D പോലെ നമുക്കൊരു ഇത് വരുന്നുണ്ടല്ലേ, അതായത് ഒരു റെഡ് ഓറഞ്ച് ബ്ലൂ അങ്ങനെയൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. ചില ഇമേജൊക്കെ നമുക്ക് പുറത്തെ ഇമേജൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ട്, ചെറുതായിട്ട് ഉണ്ടാവും അത്. ഓക്കെ, ചെറിയൊരു പോർഷനിൽ ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ. കറക്റ്റ് ഗ്രേഡിങ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് ഏതൊക്കെ ഏരിയക്ക് വേണമെന്നുണ്ടെങ്കിൽ സേഫ് ഷാഡോസിനൊക്കെ സേഫ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം അത് ഓക്കെ. ഇവിടെ വന്നു എഫക്ട്സിൽ കയറി അടുത്തത്. പിന്നെ ഫിഷ് ഐ, അതായത് ഒരു ഫിഷിൻ്റെ കണ്ണിലൂടെ കാണുന്ന മാതിരി ഇതാക്കണമെങ്കിൽ ഇതാക്കാം. ഇപ്പോൾ AR ഉം VR ഒക്കെ ഇറങ്ങിയോണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്നു ടിൻറ്റ് ഷിഫ്റ്റ് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫോണിലൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ പണ്ട് ബ്ലർ ചെയ്തിട്ടുണ്ടോ, ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ബ്ലർ ചെയ്യുന്ന പോലെ അതന്നെ. അതായത് ഹൊറിസോണൽ വെർട്ടിക്കലൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. കണ്ടോ, അത് ആവശ്യമില്ല, അത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ അത്ര കാര്യം നോക്കി. പിന്നെ അനിമേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞുതരാം, വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ആർട്ടിസ്റ്റിൻ്റെ ഉള്ളിൽ പെയിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പെയിൻറ്റ് ചെയ്ത മാതിരി വേണമെങ്കിൽ അത് വേണ്ടിയിട്ട് കൊടുക്കാം. പിന്നെ എഫക്ട്സിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സെയിം തന്നെ, പെയിൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ എൻഹാൻജ്മെൻറ്റ്, കളർ കറക്ഷൻസ് നമ്മൾ നോക്കി. ലാബിൽ നോക്കി നമുക്ക്. ലാബ് പറഞ്ഞാൽ കണ്ടോ, അതിൻ്റെ ഒരു തീമേ മാറി, അതിൻ്റെ സ്റ്റൈലുണ്ട്, പല സ്റ്റൈലിൻ്റെ തീം അവർ തന്നിട്ടുണ്ട്. നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോത്തിന് സ്റ്റോറി കിട്ടുന്ന ടൈമിൽ നമുക്ക് സ്ക്രോൾ ചെയ്താൽ മതി. ഇപ്പോൾ വാട്സപ്പിൽ തന്നെ നമുക്ക് കാണാം ഒരുപാട് ഡിഫോൾട്ട് ആയിട്ടുള്ള എഫക്റ്റുകൾ. ആ സെയിം എഫക്റ്റാണ് ഈ ലാബിനുള്ളിൽ കയറുന്നത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. ഓക്കെ, സൈഡൊക്കെ ബ്ലാക്ക് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഒഴിവാക്കി. പിന്നെ എവിടെയെങ്കിലൊക്കെ ലൈറ്റൊക്കെ ഉദിച്ച് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതല്ല ലൈറ്റൊക്കെ ഉദിച്ച് കാണുന്നുണ്ടെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഷാർപ്പാക്കുകയാണെങ്കിൽ ഏതിൽ ഏരിയ ഷാർപ്പാക്കണോ അതിനാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഷാർപ്നെസ് ആക്കിയിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ എഫക്ട്സിൽ കയറി നോയ്സ് വേണമെന്നുണ്ട്. ചില ഇതൊക്കെ നമ്മൾ റഫായിട്ട് അയച്ചെടുക്കുമ്പോൾ നോയ്സൊക്കെ ഇട്ടിട്ട് വെറുതെ ഇട്ടെടുത്ത് അയച്ചെടുത്താൽ മതി. അതിൻ്റെ കളറ് കാര്യങ്ങൾ ജസ്റ്റ് ഡെമോ അയച്ചു കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോയ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അയച്ചെടുക്കാം. പിന്നെ എഫക്ട്സിൽ സെലക്റ്റീവ് സാച്ചുറേഷൻ, ഏതെങ്കിലും സാച്ചുറേഷൻ കറക്റ്റായിട്ടാണ്. ഇപ്പോൾ കളർ റേഞ്ച് കുറക്കണമെങ്കിൽ കുറക്കാം. അപ്പോൾ ഇന്ന കളർ വേണമെങ്കിൽ ഇന്ന കളർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് ആക്കിയിടാം. കണ്ടോ, ഇതിൽ ആ ഗ്രീന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, വെർട്ടിക്കലായിട്ടുള്ള കളറിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ബ്ലാക്ക് ആക്കിയിടാം. ഓക്കെ, അത് ഒഴിവാക്കി. എഫക്ട്സിൽ ബ്ലീച്ച് നമുക്ക് ഷാഡോസിനുമായി ബന്ധപ്പെട്ട കാര്യം കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇട്ടു. കുറച്ച് പറഞ്ഞാൽ വളരെ കുറച്ച്, ഒന്നുകൊന്നുമില്ല, കുറച്ചൊന്നും ഇവിടെ കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അതിട്ട് കൊടുത്തു. പിന്നെ എഫക്ട്സിൽ കയറി ടൂൾസ്, ഇമേജ് ഓവർലേ പറഞ്ഞ് നോക്കാം. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തു, ചൂസ് ഫയൽ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു സൈഡിലൊക്കെ ഇത് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിനാൽ ആ ഒരു ആസ്പെക്ട് റേഷ്യോ ചെയ്തൊക്കെ നിൽക്കണേ, അതിൻ്റെ ഒപ്പം നിൽക്കണേ. ഇപ്പോൾ ഇമേജ് ഓവർലേ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അതിനായിട്ട് നമുക്കൊരു ബ്ലാക്ക് ഇമേജ് വേണം, അതായത് നമുക്ക് ഇതിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അതിനായിട്ടൊരു ഇമേജ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഇമേജ് ഇട്ടെന്നുള്ളത് കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്തു, അപ്പോൾ നമുക്ക് വേണ്ടൊരു ഇതുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഇമേജ് ഓവർലി മാസ്കിൻ്റെ. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ കവറ്, അതേമാതിരി ഇൻസ്റ്റഗ്രാമിൽ 2 സൈഡ് എന്ത് ചെയ്യുക, ബ്ലാക്ക് ആക്കിയിട്ട് സെൻറ്റർ ഭാഗം മാത്രം എന്ത് ചെയ്യുക, ഒഴിവാക്കി ഇടുക. PNG ഫോർമാറ്റ് ആട്ടോ. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിക്കാണോ ഏത് ലെവലിലേക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെതാണ്, ഫേസ്ബുക്കിൻ്റെ ലെവലിൽ ഇടുക. അപ്പോൾ ഇതൊക്കെ ബ്ലാക്കാണ് കിടക്കുന്നത്. അതായത് ഈ ബ്ലാക്ക് ഷെയ്ഡിങ് അവിടെ ക്ലോസ്ഡ് ആണ്. നമ്മൾ സേഫ് ഫ്രെയിം ഓൺ ആക്കണ മാതിരി തന്നെ. ഓക്കെ, ഫ്രെയിം നമ്മൾ സേഫ് ഫ്രെയിം ഒക്കെ ഓൺ ആക്കാറുണ്ട് അല്ലേ. സൈഡ് രണ്ടും ബ്ലാക്ക് ആയിട്ട് ഇതിൻ്റെ പെർട്ടിക്കുലർ റേഷ്യോ ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ,
ഇമേജ് ഓവർലേ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണതേ ഉള്ളൂ. രണ്ട് ബ്ലാക്ക് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഈ റേഷ്യോ തന്നെ പോകാം. അത് 10 ഫോൺ നമ്മൾ സ്ക്രീനിൻ്റെ സൈസാണ്. ദെൻ ഇത് ഇട്ട് കൊടുത്തു. അടുത്തതിലൊന്നും പ്രിന്റ് പോസ്റ്റർ ഇൻ ഹാൻഡ്. ഓക്കെ, അത് ഇട്ട് കൊടുത്തു. അത് എനേബിൾ ചെയ്ത് കൊടുത്തു. അത് നല്ല ക്വാളിറ്റിയിൽ പ്രിന്റ് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തെടുത്ത് ലെയർ വിസിബിലിറ്റി. ലെയർ വിസിബിലിറ്റി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, അത് ആവശ്യമില്ല. പിന്നെ ഈ കൺട്രോൾ. ഓക്കെ, എഡിറ്റിൽ കയറി ഇത് ഞാൻ ടിക്ക് ചെയ്തു, ഓക്കെ അടിച്ചു. ഓക്കെ, അതിൻ്റെ വേരിയേഷൻ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ വലിയതൊന്നുമില്ല, ഓക്കെയാണ്, കറക്റ്റാണ്. ഓക്കെ, അത് ആവശ്യമില്ല, എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഇവിടെ വന്നു, അത് വലുതാക്കണോ ചെറുതാക്കണോ എന്നുള്ളത് ഇതാട്ടോ. അത് നിയർ ബൈ ക്ലിപ്പ്. ഓക്കെ, ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. നിയർ ബൈ ക്ലിപ്പ് ഞാൻ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ക്ലിയർ ആയിക്കൊള്ളുന്നില്ല, എന്തായാലും പറഞ്ഞുതരാം. ഇവിടെ നിയർ ബൈ ക്ലിപ്പ് ഡിസ്റ്റൻസ് ഉണ്ട്, ഇതാണ് കൂട്ടി. എന്തെങ്കിലും സംഭവിച്ചോ, എൻ്റെ ഫ്രണ്ടിലുള്ള മരങ്ങളൊക്കെ എന്ത് ചെയ്തു, പോയി. കണ്ടോ, ഫ്രണ്ടിലെ മരങ്ങൾ മാത്രമല്ല ഫ്രണ്ടിലത്തെ ഇതൊക്കെ പോയി. അപ്പോൾ നിയർ ബൈ ക്ലിപ്പ് നമുക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഈ ഒരു ഫ്രണ്ടിലത്തെ ഏരിയയിൽ നിയർ ബൈ ക്ലിപ്പ് എന്താണെന്ന് പറഞ്ഞുതരാം. എഫക്ട്സിൽ വന്നു, നിയർ ബൈ ക്ലിപ്പ് ഇട്ടു, എന്നിട്ട് അത് കൂട്ടി കൊടുക്കും. എന്താ സംഭവിച്ചേ, എനിക്ക് ആ ഫ്രണ്ടിലത്തെ ഇതൊക്കെ പോയി, മരമൊക്കെ പോയി. എനിക്കപ്പോൾ എന്തായി, വീഡിയോ എടുക്കാൻ, ഫോട്ടോ എടുക്കാനായി. അപ്പോൾ ഒന്ന് പേരൊക്കെ പൊക്കുക, പ്രസ് ചെയ്ത് പിടിക്കുക, ഒന്ന് താഴത്തേക്ക് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് സൂം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഫ്രണ്ടിലത്തെ മരങ്ങളൊക്കെ പോയി. ദെൻ സ്റ്റോർ ക്യാമറ അടിച്ചു കഴിഞ്ഞാൽ ആ ക്യാമറ വീണ്ടും ആയിട്ട് പുതിയതായ ഒരു ഫ്രെയിം കൂടെ ആഡ് ആയിരുന്നു കേട്ടോ. നിയർ ബൈ ക്ലിപ്പ് ഫ്രണ്ടിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കിയിടാൻ വേണ്ടിയിട്ടാണ് നിയർ ബൈ ക്ലിപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ എഫക്ട്സിൽ വന്നു വാട്ടർ, വെള്ളത്തിൻ്റെയാണ്. വെള്ളം നമുക്ക് അണ്ടർ വാട്ടർ, എന്തായി വെള്ളത്തിൻ്റെ അടിയിലാണ് കിടക്കുന്നത്, ഓഷ്യന്. നമുക്ക് ചുറ്റും എന്താണ്, കടലാണ് കിടക്കുന്നത്, ചുറ്റും എന്തായി, കടലായി. ഓക്കെ, ഒരു ബീച്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതാവശ്യമില്ല, ഞാൻ എന്ത് ചെയ്ത് കളഞ്ഞു. എഫക്ട്സിൽ വന്നു. പിന്നെ എന്തുണ്ട്, മെറ്റീരിയലായിട്ട് പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുത്തെ കളർ നമുക്ക് എന്ത് ചെയ്തു, മാറ്റി റെഡ് കൻ ഇട്ടു. എഡിറ്റിൽ കയറി അപ്പോൾ ഈ ഒരു വൈറ്റ് കളർ അതിനെ ക്ലിക്ക് ചെയ്തു, ഓക്കെ അടിച്ചു. അപ്പോൾ അതിനെ മാത്രം എന്ത് ചെയ്തു, ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റൈല്, അതിൻ്റെ സ്റ്റൈൽ ഏതാണ്, അതാണ് ഷാഡോ. ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ഇന്നൊരു കളറ്, അപ്പോൾ അത് അതിൻ്റെ പേര് ഇന്നതാണ്, അത് ഇത്ര ക്വാണ്ടിറ്റിയിലാണ് വേണ്ടതെന്നില്ല, ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഈ മെറ്റീരിയൽ ഹൈലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ട്രാൻസ്പെറൻസി കാര്യങ്ങൾ. ഓക്കെ, അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ടൂളുകൾ ഇതൊക്കെ നോക്കി, ഇതൊക്കെ എടുത്ത് നോക്കണം, റഫായിട്ട് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത്ര കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കസ്റ്റമായിട്ട് നമ്മളൊരു എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എഫക്റ്റിനെ ബാക്കിയുള്ളതൊക്കെ വേണം. അപ്പോൾ എന്ത് ചെയ്തു, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു, കോപ്പി എഫക്റ്റ് ലിസ്റ്റ് അടിച്ചു, ഇവിടെ വന്നു, ഇതിലെന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കിയേ കറക്റ്റായിട്ട് വന്നു. ഇനി ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടി വരും, കാരണം രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ സ്കൈയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്കൈനെ തൽക്കാലം കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചു, ഇത് നീക്കി വെച്ചു. അതേപോലെ സണ്ണിനെ എന്ത് ചെയ്തു, കുറച്ചിങ്ങനെ ഇങ്ങോട്ട് നീക്കി വെച്ചു. ഓക്കെ, അപ്പോൾ കണ്ടോ ഒരു ആംബിയൻസ് മാറിയത്. ഇനി ഇതൊന്ന് ഫ്രെയിം വെച്ച് കറക്റ്റാക്കണേ. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ വെക്കാം, ഇതിൽ വേണമെങ്കിൽ ഇതിൽ വെക്കാം. ആയിക്കോട്ടെ, കൊടുത്തു, ക്യാമറ ആഡ് ചെയ്തു, എന്തായി, ക്യാമറ ആഡായി. ഇവിടെ വന്നു, നമ്മൾ നിയർ ബൈ ക്ലിപ്പ് ഇട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ കൂട്ടി കൊടുക്കുക, അപ്പോൾ ഫ്രണ്ടിലത്തേക്കാണ് പോയിക്കോളും. ഓക്കെ, അപ്പോൾ എന്തായി, ആ ഒരു ഫ്രെയിം അവിടെ ആഡായി. ഇനിയിപ്പോൾ ഈ ഒരു എഫക്റ്റ് നമുക്ക് സേവ് ചെയ്തേക്കണം പെർമനൻ്റലി. നമ്മളിപ്പോൾ എല്ലാത്തിനും ഏത് വീഡിയോ ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഈ ഫ്രെയിം യൂസ് ചെയ്യണം, ഈ ഒരു എഫക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അറിയോ, മെനുവിൻ്റെ ഇവിടെ കണ്ടോ 3 ഡോട്ട്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ സേവ് എഫക്റ്റ് ലിസ്റ്റ്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, സേവ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്തു, എക്സ്റ്റീരിയർ എന്ന് അടിച്ചിട്ട് ഈ ലൂമിയൻ ഫയലിന്, അല്ല ലൂമിയൻ്റെ എഫക്റ്റ് ഫയലിനെ സേവ് ചെയ്ത് വെച്ചു കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്തു, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു. സാധാരണ നമ്മൾ നേരത്തെ കോപ്പി പേസ്റ്റ് അടിച്ച് ഞാൻ ഈ ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പോൾ സേവ് ചെയ്ത ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുപോവാണ്. ലോഡ് എഫക്റ്റ് ലിസ്റ്റ്, എക്സ്റ്റീരിയർ, ഓപ്പൺ.
ഓക്കെ, ഇപ്പം എന്തായി, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ സാധനം വന്നത്. നിയർ ബൈ ക്ലിപ്പ് നമുക്ക് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, കൂട്ടി ഒഴിവാക്കി വിടാം. എന്താ ഇപ്പം എന്തായി, പെട്ടെന്ന് നമ്മൾ ഒരു വീടിൻ്റെ പണി ഫുള്ളായിട്ട്. ഓക്കെ, എത്ര പെടുന്നാലേ നമ്മൾ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഔട്ടാക്കി. ഇതിനെന്ത് ചെയ്തോ, ഒരു ഫ്രെയിം പാട് ആഡ് ചെയ്തു. നമുക്ക് തന്നെ റെൻഡർ എടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഞാനിട്ട് എന്ത് ചെയ്തു, ഇവിടെ റെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഫോട്ടോ സെറ്റ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ ഫ്രെയിം ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇമെയിൽ ഉണ്ട്, അതിൻ്റെ റെസൊല്യൂഷനാണ് ആ പറയുന്നത്. ഇമെയിൽ ഡെസ്ക് ടോപ്പ് റെസൊല്യൂഷനിൽ വേണോ, പ്രിന്റിൽ വേണോ, പോസ്റ്ററിൽ വേണോ. അഡീഷണൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്ത് മാപ്പ്, നോർമൽ മാപ്പ്, സ്പെക്കുലർ, റിഫ്ലക്ഷൻ്റെ, അതിന് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാപ്പുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ. ഓക്കെ, നമുക്കിവിടെ പ്രിന്റ് ഉണ്ട്, പ്രിന്റ് എടുത്തു. ഇത് ഇവിടെ സേവ് ചെയ്തു. JPG, ബിറ്റ് മാപ്പ്, PNG, ടാഗ് ഫയൽ. ഓക്കെ, ഇത്ര ഫോർമാറ്റിലുള്ളത് PNG ഫോർമാറ്റിൽ ഇട്ടു. ഞാൻ എന്ത് ചെയ്തു, പേര് ജസ്റ്റ് ഒരു പേരിട്ട് കൊടുത്തു, സേവ് അടിച്ചു. ഓക്കെ, ഒന്ന് റെൻഡർ ആവട്ടെ. ഇവിടെ റെൻഡർ ആവുന്നുണ്ട്. റെൻഡറിങ് ടൈം നമുക്ക് ആകെ 2 മിനിറ്റേ വന്നിട്ടുള്ളൂ, 2-1 മിനിറ്റോളം വന്നിട്ട് കേട്ടോ. നമ്മൾ വീറിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നല്ലപോലെ ടൈം പിടിക്കുന്നതാണ്. ഓക്കെ, ഒന്ന് റെൻഡർ ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളത് എന്തായിട്ടുണ്ട്, ഇവിടെ റെൻഡർ ആയിട്ടുണ്ട്. ഓക്കെ, റെൻഡറിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെൻഡറിങ് ഫിനിഷ് ആയി നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഓക്കെ അടിച്ചു വിടുക. അപ്പോൾ ഈ ഫയൽ നമ്മൾ എവിടെയാണ് നമ്മൾ റെൻഡറിങ് പാത്ത് കാണിച്ചു കൊടുത്തത്, പാത്ത് കാണിച്ചു കൊടുത്തത് നമ്മളെങ്ങനെ, ഇവിടെ വന്നു റെൻഡറിങ്ങിന് ഇതിലൊന്നു റെൻഡർ കൊടുത്തു. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അതിൽ നമ്മൾ പ്രിന്റ് ആണ് ഏതാണോ നമുക്ക് റെസൊല്യൂഷൻ വേണ്ടത് വെച്ചാൽ അതിലിട്ട് കൊടുത്തു. അപ്പോൾ ഫയൽ മാനേജർ ഓട്ടോമാറ്റിക് വരും. സേവ് ആസ്, എവിടെയാണ് കൊണ്ട് സേവ് ചെയ്യുക, ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ഗൂഗിളിൽ ഫോട്ടോയിലാണ് കൊണ്ടിട്ടുള്ളത്. ഇവിടെ ഒന്ന് എന്ത് ചെയ്തു, ജസ്റ്റ് പേരിട്ട് കൊടുത്തു, സേവ് അടിച്ചു. അപ്പോൾ എന്തായി, അവിടെ റെൻഡറിങ്ങിൻ്റെ പേജ് ഓപ്പൺ ആയി വന്നു. ഇങ്ങനെയാണ് നമുക്ക് റെൻഡറിങ് വന്നത്. അപ്പോൾ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ എന്തായി, നേരത്തെ വന്ന മാതിരി ഒരു ബോക്സ് വരും. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ബോക്സ് വരും. ഇങ്ങനെ വന്നിട്ട് ഓക്കെ അടിക്കുക. അല്ലാണ്ട് ഓപ്പൺ ഫയൽ ഫോൾഡർ അടിച്ചു കഴിഞ്ഞാൽ ഫോൾഡർക്ക് കറക്റ്റായിട്ട് കൊടുത്തു തരും കേട്ടോ. അപ്പോൾ നമ്മൾ റെൻഡർ ഔട്ട് നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റെൻഡർ ഔട്ട് വന്നിട്ടുള്ളത് കേട്ടോ, മെയിനായിട്ടുള്ളത് ഇതാ. ഓക്കെ, നമുക്ക് എല്ലാതും ഒന്ന് റെൻഡർ എടുത്തിട്ട് നമുക്ക് നോക്കി വെക്കാം. ഓക്കെ അടിച്ചു, ഇവിടെ വന്നു, അടുത്ത് ക്ലിക്ക് ചെയ്തു. ഇനി ബാച്ചായിട്ട് നമുക്ക് എങ്ങനെ റെൻഡർ എടുക്കാൻ നോക്കാം. ഇപ്പോൾ സിംഗിൾ അല്ലേ നമ്മൾ ഇത്ര നോക്കിയാൽ, ബാച്ചായിട്ട് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. ഇവിടെ പ്രധാന ഫോട്ടോ സെറ്റ് നമുക്ക് വേണ്ടതൊക്കെ എന്ത് ചെയ്യുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ആവശ്യമില്ലാന്നെങ്കിൽ ഇത് ഒഴിവാക്കാം, ഇത് ആവശ്യമില്ലെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം. ഇവിടെ പ്രിന്റ് ഇട്ടു. നിങ്ങൾക്ക് പോസ്റ്റർ കൊടുക്കണമെങ്കിൽ പോസ്റ്റർ ഇട്ട് കൊടുക്കാം. പ്രിന്റ് ആയിട്ടുള്ളത് ഇവിടെ എന്ത് ചെയ്യുക, എന്തെങ്കിലും പേരിട്ട് കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു പേരിട്ട് കൊടുത്തു, സേവ് അടിച്ചു. ഓക്കെ, അപ്പോൾ ബാച്ചായിട്ട് റെൻഡർ എടുക്കുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ സമയം അതിൽ കയറി വരിക. നമുക്ക് ആ 5 മിനിറ്റോളം വന്നിട്ടുണ്ട്. നേരത്തെ 2 മിനിറ്റോ 3 മിനിറ്റോ അതേപോലെ, അപ്പോൾ 4 മിനിറ്റായി. അങ്ങനെ നമ്മൾ പിന്നെ അത് നോക്കേണ്ടത് അടുത്ത് എന്താ വെച്ചാൽ നമ്മളെ സിസ്റ്റത്തിൻ്റെ സ്പെക്ക് അനുസരിച്ചിരിക്കുവേ. അപ്പോൾ അതും പാടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് റെൻഡറായിട്ട് വരട്ടെ. അപ്പോൾ നമ്മളെല്ലാത്തും റെൻഡറാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫയൽസൊക്കെ നോക്കിയേക്കാം ഇങ്ങനെ ഉണ്ടാവുന്ന ഔട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതാണ് നമ്മളൊരു ഔട്ട്, ഇത് രണ്ടാമത്തെ ഔട്ട്. ഓക്കെ, അങ്ങനെ ഈ 3 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെൻഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തത് വീഡിയോൻ്റെ ക്ലാസ് ആണുള്ളത്. വീഡിയോ എങ്ങനെ എടുക്കാന്നുള്ള ക്ലാസ് ആണുള്ളത്. പിന്നെ അതുപോലെ നൈറ്റ് മോഡും ഉണ്ട്, പിന്നെ ഇൻറ്റീരിയറും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിവേ താങ്ക് യു. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, എല്ലാവരും എന്തായാലും ഫയൽ ചെയ്ത് നോക്കണം, നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണം. അതിൻ്റെ ഔട്ടുകൾ നമ്മൾ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഇട്ട് തരണം. ഓക്കെ, താങ്ക് യു.